ആറ്റുകാൽ പൊങ്കാല മാലിന്യ ശേഖരണത്തിന് പിന്നാലെ മാലിന്യ നിർമ്മാർജ്ജനത്തിലും പാളിച്ചകൾ. നഗരത്തിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ KSRTCയുടെ ഈഞ്ചയ്ക്കലുള്ള പുരയിടത്തിൽ അലക്ഷ്യമായി തള്ളുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. അതേസമയം മാലിന്യ സംസ്കരണത്തിലെ വീഴ്ച ഉദ്യോഗസ്ഥർക്ക് മേൽ കെട്ടിവെക്കുകയാണ് അധികൃതർ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 10 പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കെതിരെ സ്ഥലം മാറ്റ നടപടി സ്വീകരിച്ചു. ഭക്തർ മടങ്ങിയിട്ടും തലസ്ഥാനത്തെ രാഷ്ട്രീയ അടുപ്പുകളിൽ വിവാദ പൊങ്കാല പുകയുകയാണ്. മാലിന്യ ശേഖരണത്തിന് പിന്നാലെ മാലിന്യ നിർമ്മാർജ്ജനത്തിലും നഗരസഭയുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായതിൻ്റെ തെളിവുകൾ പുറത്തുവന്നു. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ വേർതിരിക്കാതെ അലക്ഷ്യമായി തള്ളുന്നതിൻ്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. മാലിന്യ സംസ്കരണത്തിൽ കൃത്യമായ പദ്ധതി നഗരസഭയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി A റഹീം. അവർക്ക് അധികാരത്തിന്റെ ആലസ്യമായിരുന്നു. ആ ഭക്തജനങ്ങൾ വരുമ്പോൾ അവരുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ, ആ ഭക്തജനങ്ങൾ പൊങ്കാലയിട്ട് മടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കം നടത്തുന്നതിൽ ഒരു രൂപരേഖയും പദ്ധതിയും പരിപാടിയും ഈ നഗരസഭയ്ക്കുണ്ടായിരുന്നില്ല. ഒരു തയ്യാറെടുപ്പ് നടത്തിയില്ല. ശുചീകരണം ഗംഭീരമായെന്ന് മേയർ VV രാജേഷ് അവകാശപ്പെടുമ്പോഴാണ് മറുവശത്ത് ഭരണ സൗകര്യാർത്ഥം എന്ന പേരിൽ ഉദ്യോഗസ്ഥരുടെ കൂട്ടസ്ഥലം മാറ്റം. ക്ഷേത്ര പരിസരം ഉൾപ്പെടുന്ന മണക്കാട് സർക്കിളിലെ 3 പേരടക്കം 8 പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും 2 സീനിയർ ഇൻസ്പെക്ടർമാരെയുമാണ് വിവിധ സോണുകളിലേക്ക് തെറിപ്പിച്ചത്. അതേസമയം ശുചീകരണത്തിലെ പാളിച്ച രാഷ്ട്രീയായുധമാക്കുകയാണ് LDFും UDFും. വീഴ്ചയെക്കുറിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ മന്ത്രി V ശിവൻകുട്ടി RDOയ്ക്ക് നിർദ്ദേശം നൽകിയതോടെ പോരുമുറുകി. മന്ത്രി സ്വന്തം വകുപ്പ് നോക്കിയാൽ മതി എന്ന മേയറുടെ മറുപടി കനലിൽ എണ്ണയൊഴിച്ചു. എന്നാൽ സർക്കാരിന് മുകളിലല്ല കോർപ്പറേഷൻ എന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ മറുപടി. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുവരെ ഗവൺമെന്റ് ഉണ്ടല്ലോ നോക്കാൻ വേണ്ടി. കോർപ്പറേഷന്റെ മുകളിലാണല്ലോ ഗവൺമെന്റ്. ആറ്റുകാൽ പൊങ്കാല മാലിന്യം നീക്കം ചെയ്യുന്നതിലെ നഗരസഭാ വീഴ്ച വരും ദിവസങ്ങളിലും ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.